പോകുന്ന സേതുമാധവൻ പിന്നെ പോയിരിക്കുന്നത് ചാകാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാകാൻ തയ്യാറാണെന്നുള്ളൊരു ചാവേർ പോരാളിയുടെ മനസ്സോടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഏത് മനുഷ്യൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് അല്ലേ? ചാകാൻ പോകുന്നതിന് മുമ്പായിട്ടൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പിടിച്ചു കയറുമെന്ന് പറയുന്ന പോലെ ഇയാളുടെ സമയത്തോളം ഇയാൾക്ക് തിരിച്ചൊന്ന് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകുന്നുണ്ട് അയാൾക്ക്. അവിടെയാണ് അയാൾ തിരിച്ചടിക്കാത്തുള്ളത്. പക്ഷേ ആ അടി തുടങ്ങുന്നതോടുകൂടി ഇയാളല്ലാതായി, അയാളൊരു എക്സെൻട്രിക്സിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കിരിക്കാടനെ കുത്തി വീഴ്ത്തിയ ശേഷം ഇയാൾ ആ കാളവണ്ടിയുടെ വീലിൽ ചാരി ഇരുന്നിട്ട് ഇയാൾ പോലീസ് വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ഇയാൾ കയ്യിൽ നിന്ന് പോയി. ഇയാൾ നോർമലല്ല, പഴയ സേതുമാധവനല്ല, അയാൾ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ലാലിൻ്റെ അടുത്ത് പറയുന്നത്, ഇയാളിപ്പോൾ എക്സെൻട്രിക്കാണ്, ഇയാൾ അവിടെ നേരത്തെ ചാകാൻ വന്നിരുന്ന സേതുമാധവനല്ല, ഇയാൾ കൊല്ലാൻ ഒരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റിലേക്ക് എത്തിയ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോയിരിക്കുന്നു അയാൾ. അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമാക്കുന്ന ഒരു ജസ്റ്റർ വേണം, എന്തെങ്കിലും ഒരു ഓഡിയൻസിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ജസ്റ്റർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാലിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനൊന്ന് ച്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ച്യൂ ചെയ്തെന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് കാണിക്കാൻ പറഞ്ഞു, ലാലത് കാണിച്ചു. അപ്പോൾ നമ്മളിത് ഓക്കെയാണ്, ഇത് നമ്മൾ ചെയ്യാം. അങ്ങനെയാണ് ആ ച്യൂ ചെയ്യുന്നത് ഒരു നോർമൽ ലെവലിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു സൂചനയാണത്. അതിനു മുമ്പ് അയാൾ ആ സിനിമയിൽ അങ്ങനെ ഒരു ജസ്റ്റർ ചെയ്തിട്ടില്ല, അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അത് ഒരു എന്നാൽ അയാളുടെ നോട്ടമൊക്കെ അവിടെ വെച്ചൊക്കെ മാറുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോടാന്ന് ചോദിക്കുന്ന തൊട്ട് അയാൾ കയ്യിൽ നിന്ന് പോയി. അത് അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. അതെ. അവിടുന്ന് അപ്പോൾ അയാൾ ശരിക്കും കത്തി താഴെയിടുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല അയാൾ. പറ്റില്ല. അച്ഛനാട പറയുന്നതെന്ന് പറയുമ്പോൾ മാത്രമാണ് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ